എൻ്റെ പൊന്നു കേരള സ്പോർട്സ് മിനിസ്റ്റർ, നിങ്ങൾ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാതിരിക്കെ നിങ്ങളിഷ്ടം. പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ട കേരളത്തിലുള്ള ഓരോ കായിക താരങ്ങൾക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോരാ ഈ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. 2 വർഷം മുന്നെയാണ് കേരളത്തിൽ പാരാ സ്പോർട്സ് അംഗീകരിച്ചത്. അതിനന്ന് ഗോവയിൽ വെച്ച് നടക്കുന്ന നാഷണൽസിന് പോയ TADA ഫണ്ട് ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. അതെവിടെ? അതൊക്കെ തന്നിട്ട് പോരാ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനൊരു ഇൻ്റർനാഷണൽ മെഡലിസ്റ്റാണ്. കേരളത്തിൽ നിന്ന് ഒരു ബെനിഫിറ്റും കിട്ടാത്തതുകൊണ്ട് അത്ലറ്റിക്സൊക്കെ ഫുൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇത് ലിറ്റിൽ പീപ്പിൾസ് ഫുട്ബോൾ ടീമാണ്. ഇവർക്ക് അർജൻറ്റീനയിൽ പോയി കളിക്കാനൊരു അവസരം കിട്ടി. അന്ന് കായിക മന്ത്രിനെ പോയി കണ്ടു. കഴിഞ്ഞ വർഷം കേട്ടോ നടക്കുന്നത്. കായിക മന്ത്രിനെ പോയി കണ്ടു. കായിക മന്ത്രി പറഞ്ഞത് ഇതൊന്ന് സ്റ്റഡി ചെയ്യാനുണ്ട്. സ്റ്റഡി ചെയ്ത് കഴിഞ്ഞതപ്പോഴാണ് ഇവർക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സ്പോർട്സ് കൗൺസിലിൽ നിന്ന് വിളിച്ച്. ആ തമിഴ്നാട്ടിലൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു. തമിഴ്നാട്ടിലേക്ക് എന്തൊക്കെ ബെനിഫിറ്റ്? ഓരോ നാഷണൽസ് മെഡൽസ് വന്നവർക്ക് വരെ അവിടെ ക്യാഷ് റിവാർഡ്സൊക്കെയാണ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഇത് പോയിട്ടൊരു ഇല്ല. വെറുതെ കുറേ കടം മേടിച്ച് നാഷണൽസിന് പോവുക. അത് TADA തരാമെന്നൊക്കെ പറയും. ഇന്ന് വരെ കിട്ടിയ ചരിത്രമല്ല. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ട്. ആരൊക്കെയാണെന്നറിയോ? ഇവരെ പാർട്ടിയിൽ ആരൊക്കെയുണ്ട്, പാർട്ടിയൊക്കെ നോക്കിയിട്ടേ ഇവർ കൊടുക്കും. ഇവർ പാർട്ടിയിൽ ഏതൊക്കെ ലെവലിൽ നിൽക്കുന്നത്, പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ, പിന്നെ എന്താ പറയുക, ഞാൻ ഇതിൻ്റെ ഇൻ്റർനാഷണൽ മെഡൽ കിട്ടിയതിൻ്റെ ശേഷം മറ്റേ ഞങ്ങളെ MLA ആയ കുഞ്ഞാലിക്കുട്ടിനെ പോയി കണ്ട്. പറയാണ് നാട്ടിലെ പാർട്ടിക്കാരെ ലെറ്റർ വേണം എന്നാലേ ചെയ്തു തരാൻ പറ്റുള്ളൂ. ഇവിടുത്തെ MLA തേങ്ങ. അതേപോലെ കായിക മന്ത്രിനെ കാണാൻ പോയപ്പോൾ കായിക മന്ത്രി കേരളത്തിൽ ഒരു കൺഗ്രാറ്റ്സ് പോലും പറയാതെ ഇവിടെ അംഗീകരിച്ചിട്ടില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊക്കെയാണ് കേരളം. എന്നിട്ടാണ് മെസ്സിനെ അങ്ങോട്ട് കേരളത്തേക്ക് എഴുന്നള്ളുന്നത്. പിന്നെ ഇന്ന് കേരളത്തിലെ പല സ്കൂളിലും PT പീരീഡ് എവിടെ? PT പീരീഡ് മറ്റ് സബ്ജക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ ഗായ്സ്, നോ ഫിയർ ഓൺലി ഫയർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ മസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ.